ഇന്നത്തെ കേക്കിന് ഓർഡർ തന്നിട്ടുള്ളത് ശ്രുതിയാണ്. ശ്രുതിയുടെ സഹോദരൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 കിലോയുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് 3 ടയറായിട്ടാണ് നിന്നും കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേക്കിന് ആവശ്യമായിട്ടുള്ള എഗ്ഗ് നന്നായിട്ട് ബീറ്റായിക്കൊണ്ടിരിക്കുന്ന എഗ്ഗിലേക്കും ആവശ്യത്തിനുള്ള പഞ്ചസാര വളരെ കുറേശ്ശെയായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുമിച്ച് പഞ്ചസാര എല്ലാം കൂടെ ആഡ് ചെയ്യാറില്ല കേട്ടോ. ഇത് വളരെ ചെറിയൊരു മെഷീനായതുകൊണ്ടും കുറേശ്ശെയായിട്ടാണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എഗ്ഗും പഞ്ചസാരയും ബീറ്റാവുന്ന സമയം കൊണ്ട് തന്നെ കേക്കിന് ആവശ്യമായിട്ടുള്ള ടിന്നുകളെല്ലാം ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 3 കിലോയുടെ 3 ടയർ കേക്ക് ആയതുകൊണ്ട് 3 ടിന്നുകൾ വ്യത്യസ്തമായിട്ടുള്ള സൈസിലുള്ള 3 ടിന്നുകൾ ഗ്രീസ് ചെയ്ത് വെച്ചു. 3 വ്യത്യസ്തങ്ങളായ ടിന്നുകൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി അടുത്തതായിട്ട് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുകയാണ്. 10 മിനിറ്റാണ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുന്നത്. ഓവൻ പ്രീ ഹീറ്റ് ആവുന്ന നേരം നോക്കി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്ററിലേക്ക് മൈദ മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് ടൈമും പ്രീ ഹീറ്റിങ്ങിൻ്റെ ടൈമും അപ്പോഴത്തേക്കും നമ്മുടെ മൈദ ബാറ്ററായി വരുന്ന സമയം ഒന്നുപോലെ കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ബീറ്റായി വന്ന മൈദ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ടിന്നിലേക്ക് അളന്നാണ് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാറുള്ളത്. 3 കിലോ കേക്ക് ആണെങ്കിലും കുറച്ചും കൂടെ ബാറ്റർ കൂടുതലായിട്ടാണ് ഓരോ ടിന്നിലും ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. സംടൈംസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോഴത്തേക്കും കേക്കിൻ്റെ വെയിറ്റ് കുറയാതിരിക്കാനും 3 ടയർ കേക്ക് ആയതുകൊണ്ട് കുറച്ച് ഹൈറ്റിലിരിക്കാനുമായിട്ട് കേക്കിന് കുറച്ചുകൂടി ബാറ്റർ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ബേക്കായി വന്ന കേക്കുകളെ ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്രോസ്റ്റിംഗ് വീഡിയോ ഇതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ചോക്ലേറ്റും ചെറിയും വെച്ചിട്ടാണ് സാധാരണ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് ഫ്രോസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 kg 3 ടയർ കേക്ക് ആയതുകൊണ്ട് 2 ബോക്സ് കൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.